Lent 2026. സ്നേഹമുള്ളവരെ, യെശയ്യാ 53:12 പറയുന്നത് പോലെ ഈശോ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. നമുക്കറിയാം, എല്ലാവർക്കും വേണ്ടി ക്രിസ്തു ജീവൻ അർപ്പിച്ചു. അവരുടെ മേൽ ഒരുവാനിരുന്ന ദൈവിക ശിക്ഷാവിധി ഈശോ സ്വയം ഏറ്റെടുത്തു. കാരണം അവരോട് തനിക്ക് അളവില്ലാത്ത കാരുണ്യവും സ്നേഹവുമാണ് ഉണ്ടായിരുന്നത്. സ്നേഹപാത്രങ്ങൾ വേദനിക്കുവാൻ അവരെ സ്നേഹിക്കുന്നവൻ അനുവദിക്കുകയില്ല. ദൈവസ്നേഹം യഥാർത്ഥ്യവും നിത്യവുമാണ്. ദൈവഹൃദയം മനുഷ്യഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളിൽ നൊമ്പരപ്പെടുന്നതുമാണ്. അങ്ങനെ ക്രിസ്തു അനേകരുടെ പാപം വഹിച്ചും അതിക്രമികൾക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. അതിൻ്റെ പ്രതിഫലമായി ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. വിശ്വസ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ നോയമ്പിൽ അനുദപിക്കാം, പശ്ചാത്തപിക്കാം. തമ്പുരാൻ്റെ മുന്നിൽ സകല പാപങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് പറഞ്ഞ് അനുദപിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.